ശരത്തേട്ടാ നമ്മുടെ ഇപ്പം പിള്ളേരുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ഹിഡൻ ടാലന്റ് അല്ലേ? അല്ല, നമ്മൾ ചിലപ്പോൾ അത് പുറത്ത് കാണിക്കാതെ വെച്ചേക്കുന്ന അങ്ങനെ ഒരു വെച്ചേക്കുന്ന hidden ഒരു talent hidden പലർക്കും ഉണ്ടാവും. നിങ്ങൾക്ക് പാറുവിനെ പറ്റി എന്താ അറിയാം? പാറു നല്ലൊരു ആങ്കറാണ്. ഹിഡൻ ടാലന്റ്. പാറുവിന്റെ ഒരു ഹിഡൻ ഹിഡൻ ടാലന്റ് എന്താ? നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതല്ല, അവള് അത് എക്സ്പോസ്ഡ് ടാലന്റ് ആണ്. അതായത് മൈക്കെടുത്ത് പൊക്കി പറ. എന്നോടാണോ ചോദിക്കണേ എന്റെ ഹിഡൻ ടാലന്റ്? അവൻ ഇങ്ങനെ എന്താ പറയണ്ടേ? ആര്? അജല്. അത് അറിയാമോ? സ്വാഭാവികം. അറിയാമോ? അറിയില്ല. നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടല്ലോ. പാട്ട് പാടുന്നതോ? അയ്യോ, അതങ്ങനെ പറയരുത്. പാറു ഇവിടെ നോക്കൂ, ഇങ്ങനെ ഫോട്ടോ എടുത്താലോ? ഒരു നല്ല ഫോട്ടോഗ്രാഫറാണ്. അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾക്കറിയോ പാറു ഒരു ഉഗ്രൻ ഫോട്ടോഗ്രാഫർ ആണെന്നുള്ള കാര്യം? എപ്പോഴാണെങ്കിലും ഇപ്പൊ പണ്ടെന്ന് എനിക്കിപ്പോ എത്ര വയസ്സുണ്ട്? 70 വയസ്സുണ്ടോ? നീ ഇപ്പഴും ചക്കരയല്ലേ? ഞാനോ? ആ. ഇതെന്തിനാ നമ്മളിപ്പോ ഇവിടെ സംസാരിച്ചേ? അത് അതിപ്പല്ല, ഞാൻ പഠിക്കുന്ന ടൈമിൽ എനിക്ക് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമായിരുന്നു. മറ്റേ ഫാമിലി റൗണ്ടിൽ അങ്ങാണ്ട് വന്നതായിരിക്കും. ശ്രേയുടെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ഡോള് മേടിച്ചോ? ഡോള് മേടിച്ചോ? ഡോൾ എടുക്ക്. അയ്യോ, അതെന്താ പാറു? പണി വരുന്നുണ്ട് കേട്ടാ. ഇത് കൊറേ ഉണ്ട്. വായിക്കങ്ങോട്ട് ഉറക്കെ വായിക്കാം. പിന്നെ മെല്ലെ വായിച്ചിട്ട്. ഏറെ കാലത്തിനു ശേഷം സൂപ്പർ സ്റ്റാർ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്ന സമയം. ഏവരും ചോദിച്ചത് അവതാരകർ ആരൊക്കെ എന്നാണ്. പല മുഖങ്ങളും ആളുകളും ഞങ്ങളുടെ ഇടയിലൂടെ കടന്നുപോയി. ഒടുവിൽ ഞങ്ങൾ എത്തി നിന്നത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അവതാരകയായി തിളങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടിയിലാണ്, പാർവതി ബാബു. അതായത് ഞാൻ. വലിയ പ്രതീക്ഷകളുടെ ഭാരം ചുമലിലേറ്റി തെല്ല് ആശങ്കയോടെ സൂപ്പർ സ്റ്റാർ എന്ന ഐക്കോണിക് പരിപാടിയുടെ അവതാരകയായി നീ തുടങ്ങി. പിന്നീട് ഞങ്ങൾ കണ്ടത് അവതാരക എന്ന നിലയിൽ പാർവതി ബാബുവിന്റെ വിസ്മയിപ്പിക്കുന്ന അവതരണ മികവാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും പൊട്ടിക്കരയുന്ന കിളിക്കാമ്പെട്ടിയായി കുട്ടി കുട്ടി പിണക്കങ്ങളും ചെറിയ കുശുമ്പും ആനമണ്ടത്തരങ്ങളും ആരോടും പെട്ടെന്ന് കൂട്ടാകുന്ന സ്വഭാവവും നിഷ്കളങ്കമായ ചിരിയുമായി കുസൃതിക്കാരിയായ നീ ഞങ്ങളോടൊപ്പം അലിഞ്ഞു ചേർന്നു. കുറച്ച് എപ്പിസോഡുകൾ കഴിയുമ്പോഴേക്കും പാർവതി ബാബു ഞങ്ങളുടെ സ്വന്തം പാറുവായി മാറി. ജീവിതയാത്രയിൽ ചില ആളുകൾ അവരുടെ കഴിവുകൊണ്ടും വിനയത്താലും സ്നേഹത്താലും ചുറ്റുമുള്ളവരുടെ ഹൃദയങ്ങളിൽ പ്രത്യേകമായൊരു സ്ഥാനം നേടുന്നുണ്ട്. അത്തരത്തിലൊരു സാന്നിധ്യമാണ് നീ. താങ്ക് യു. സ്വപ്നങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ മറികടന്ന് ഓരോ ദിവസവും കൂടുതൽ ഉയരങ്ങളിലേക്ക് നീങ്ങുന്ന നിന്റെ യാത്ര ഞങ്ങൾക്ക് സന്തോഷവും അഭിമാനവും നൽകുന്നു. നിന്റെ ആത്മാർത്ഥതയിലും ലാളിത്യവും നിന്നെ കൂടുതൽ മനോഹരിയാക്കുന്നു. ഇന്ന് നീ സൂപ്പർ സ്റ്റാറിന്റെ അവതാരകയ്ക്കപ്പുറം നീ ഞങ്ങളുടെ കുടുംബത്തിലെ സ്വന്തം അംഗമായി മാറി. ഞങ്ങളുടെ പ്രിയപ്പെട്ട പാറുവിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. അയ്യോ, ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയി. ഇവരൊക്കെ ആരാണ്? നമ്മുടെ ഫോട്ടോഗ്രാഫിയെ പറ്റി സംസാരിച്ചല്ലോ. അതെ, ഞാൻ അമൃത കോളേജിലാണ് പഠിച്ച വിഷ്വൽ മീഡിയ. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ കുറെ കോഴ്സുകൾ പഠിക്കും അതിനകത്ത്. അപ്പൊ അതില് ഞാൻ ഫോട്ടോഗ്രാഫി ആയിരുന്നു ചൂസ് ചെയ്തിരുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തതും ഞാൻ അസിസ്റ്റ് ചെയ്തതും എന്റെ ഈ ആശാന്റെ അടുത്താണ്. അലൻ ചേട്ടന്റെ ചേച്ചിയാണ് അമ്മാന്റെ ചേച്ചി. പിന്നെ ഇത് റിയ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഞങ്ങളെല്ലാം ഒരു ഫാമിലി പോലെയാണ്. വണ്ടർഫുൾ വണ്ടർഫുൾ. നിങ്ങൾക്ക് എന്താണ് പാറുവിനെ പറ്റി പറയാനുള്ളത്? നല്ല കുട്ടിയാ പാറു. അതിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. കൊറേ നാളായിട്ടുള്ള പരിചയമാണ്. ഇപ്പൊ നമ്മള് +1 +2 തൊട്ട് നമുക്ക് അറിയാം. ഞങ്ങൾ ട്യൂഷൻ ക്ലാസ്സിൽ ഒന്നിച്ചായിരുന്നു. അപ്പൊ തൊട്ടുള്ള പരിചയ +1 തൊട്ട്.
അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമ്മൾ സ്ഥിരം കാണാറുണ്ട്. അപ്പോൾ ഇവളുടെ ബർത്ത്ഡേക്ക് നമ്മളുണ്ടാവും, നമ്മുടെ ബർത്ത്ഡേക്ക് ഇവളുണ്ടാവും. അങ്ങനെ ഫുൾ അതാണ് സ്ഥിരം കാണാറുണ്ടെന്ന് പറഞ്ഞത്. അത് വർഷത്തിൽ ഒരിക്കലല്ലേ? അവള് ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കാതാ. ആശാൻ എന്താ പറയാനുള്ളത്? ആശാൻ പറയൂ. ആശാൻ ചോദിക്ക. ആശാന്റെ ശിഷ്യ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് 2019 തൊട്ട് അറിയാം. എൻ്റെ അടുത്ത് മറ്റേ അസിസ്റ്റന്റ് വന്നതാണ്, ലൈറ്റൊക്കെ പിടിച്ച്. ആഹാ. പക്ഷെ വലിയ ആളായി. എന്നെ വെഡിങ് ഒക്കെ എടുക്കാൻ കസേരയുടെ മേളിൽ കയറ്റിയിട്ടുണ്ട്. ആശാനെ കാല് തല്ലി ഓടിച്ചോ? നല്ലായിരുന്നു, അടിപൊളിയാ, നല്ല സ്നേഹമുള്ള വെച്ച. എനിക്ക് ആക്ച്വലി പാറുവിനെ അലന്റെ അടുത്ത് വർക്കിന് വന്ന് അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. പിന്നെ ഫുൾ ടൈം ഇങ്ങനെ വീട്ടിൽ കേൾക്കാം അലൻ ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ച്. അങ്ങനെയാണ് പാറുവിനെ ഫസ്റ്റ് ടൈം കേൾക്കുന്നതും കാണുന്നതും ഒക്കെ. പിന്നെ ഫുൾ ഒരു അനിയത്തീനം പോലെയായി എല്ലാ നേരവും വീട്ടിലാണെങ്കിലും. അത് കഴിഞ്ഞിട്ടായാലും ഇപ്പം അമൃത TV ജോയിൻ ചെയ്തതിന് ശേഷമാണെങ്കിലും ഇന്റർവ്യൂസിന്റെ സമയത്താണെങ്കിലും ഫുൾ ടൈം നമ്മളിങ്ങനെ കാണും. അവളുടെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വിളിച്ച് പറയും. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ വീക്കും തന്നെ കാണും, എവിടെയെങ്കിലും ഒക്കെ ആയിട്ട്, ഒന്നെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ, അങ്ങനെയൊക്കെ എപ്പോഴും കാണലും. അതന്നെ ഈ സ്റ്റേജിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി കുറുമ്പും എല്ലാം ഉണ്ട് അവൾക്ക് പുറത്ത്. അതാണ് അവളുടെ ഹിഡൻ ടാലന്റ്. ഇതുങ്ങൾ രണ്ടും കൂടി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല രസം. രണ്ട് കുഞ്ഞു പിള്ളേർ വീട്ടിൽ കിടന്ന് കളിക്കുന്ന ആ ഒരു ഇതാണ്. അല്ല, എന്നെ നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ എപ്പോഴും പറയും, നമ്മളെപ്പോഴും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകൾ ഉണ്ടാവുന്നത്. അപ്പം അത് ഇവരെ എനിക്ക് അങ്ങനെ പറയാം. പ്രത്യേകിച്ച് അലൻ ചേട്ടൻ എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ട്. ഇപ്പം ഈവൻ ഞാൻ എൻ്റെ സ്റ്റുഡിയോ പോലും ഇട്ടേക്കുന്നത് അലൻ ചേട്ടൻ്റെ സ്റ്റുഡിയോയിൽ ഒരു സ്പേസിലാണ് ഞാൻ സെറ്റ് ചെയ്തേക്കണേ. അപ്പം എനിക്കിങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ നീ ഒന്നും നോക്കണ്ട, ഇങ്ങ് വന്നോ, നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ് എല്ലാത്തിനും എൻ്റെ കൂടെ നിന്ന് എനിക്ക് എല്ലാ സപ്പോർട്ടും തരുന്ന ആളുകളാണ് ഇവർ. കണ്ടോ, ഇങ്ങനത്തെ സുഹൃത്തുക്കളാണ് വേണ്ടത്. ഇതൊക്കെയാണ് കൊള്ളാം. നൈസ്. എല്ലാരും ചേർന്ന് കണ്ടതിൽ കുറെ സന്തോഷം. പാറു നല്ല റിലേഷൻഷിപ്പുകൾ വെച്ച് പുലർത്തുകയാടാ. ഞാൻ അതേ പറയത്തുള്ളൂ എപ്പോഴും. അതാണ് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത്. അതെ. അല്ല, എന്തിപ്പോ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ പറയാനും പോസിറ്റീവ്സ് എല്ലാത്തിനും, ചീത്ത പറയാനും എല്ലാത്തിനും ഇവരുണ്ട്. അപ്പൊ കൂടുതലും അല്ലേ? വാ നമുക്ക് കേക്ക് മുറിക്കാം. ഓക്കെ, ഇപ്പൊ കട്ട് ചെയ്യാം. താങ്ക് യു ഗൈസ്, താങ്ക് യു. കഴിഞ്ഞില്ലേ? താങ്ക് യു സതീഷ് ചേട്ടാ, താങ്ക് യു അമൃത TV, താങ്ക് യു.